ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നേക്കാണ്. ബജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങളെ ബ്രൂഡറിൽ ഇട്ടേക്കണായിരുന്നു. ബ്രൂഡറിൽ നിന്നിപ്പോൾ പുറത്തോട്ട് ഇറക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഈ വീട്ടിൽ കിടന്നിരുന്ന സൊണാലി നാടൻ ആ കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറക്കിയപ്പോൾ ആ കൂട് ക്ലീൻ ചെയ്ത് അതിനകത്ത് മരച്ചിലിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങൾ 7-8 ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ്. അവരെ ഇതിനകത്തോട്ട് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അവരെ കൂട്ടി തന്നെയാണ് ആ ബ്രൂഡറിലത് കിടന്നിട്ടുള്ളത്. ബ്രൂഡറിൽ ഒരു 10 ദിവസം 12 ദിവസം മാത്രമേ ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ, ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. പിന്നീട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് കിടക്കണം. ഇതിനെ പുറത്തുവിടാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾ എല്ലാ കൂട്ടിലും കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കണ കാരണം ഈ അതുങ്ങളുടെ കൂട്ടത്തിലോട്ട് വിടാൻ പറ്റില്ല. ചെറിയ കുഞ്ഞുങ്ങളായത് കാരണം മറ്റുള്ള കോഴി കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലോട്ട് ഇതിനെ വിടാൻ പറ്റാത്ത കാരണമാണ് അവരെ ഇതിൽ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ ബ്രൂഡർ എടുത്തിട്ടുണ്ട്. ബ്രൂഡർ ഇതാണ് ബ്രൂഡർ പച്ചക്കറി ബോക്സ്. നമുക്ക് ആക്രിക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് ഇതിന് വേണ്ടി ഒരുപാട് പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. 10-15 രൂപ 20 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ആക്രിക്കടയിൽ നിന്നൊക്കെ ഇതുപോലത്തെ പൊട്ടിയ ബോക്സൊക്കെ കിട്ടും. അത് കുഞ്ഞുങ്ങളൊക്കെ ഇതിടാനായിട്ട് 8-10-15 കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് ബ്രൂഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അധികം പൈസ മുടക്കാണ്ടുള്ള പരിപാടിയാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കോഴി വളർത്തലിൽ ചെറുകിട കാര്യങ്ങളായിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കിടന്നു വെച്ചാൽ കുഞ്ഞുങ്ങൾ ഒരു 8 കുഞ്ഞുങ്ങളുണ്ട്. അതെല്ലാം ആക്റ്റീവായിട്ട് ഇപ്പോൾ ഉണ്ട്, വലിയ കുഴപ്പമില്ല, ഒന്നും നല്ല ഉഷാറാണ് എല്ലാവരും. അപ്പോൾ അവരെ അതിനകത്തോട്ട് അങ്ങോട്ട് ഇറക്കിയപ്പോൾ അവരങ്ങനെ ഓടി നടക്കുകയാണ്, ഞാൻ നോക്കി നടക്കുകയാണ്. വെള്ളം വെച്ചിട്ടുണ്ട്, തീറ്റ വെക്കണം. അപ്പോൾ അവരൊരു പുതിയൊരു എന്തൊട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത്തിരി കൂടി വിശാലമായിട്ട് ഓടി നടക്കാൻ പറ്റുന്ന ഒരു കൂട്ടിലോട്ടാണ് അവരെ കൊണ്ടുവന്നിട്ടേക്കണത്. അപ്പോൾ അവർ നല്ല ഉത്സാഹത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിനകത്തോടെ പോയി ഇരിപ്പുണ്ട്, നടക്കുകയാണ്. ഇങ്ങനെ സ്ഥലം ഓടി നടക്കാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള ഇതായിട്ടില്ല. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും കൊടുക്കുന്നത് 10-20 ദിവസം 10-15 ദിവസം വരെ ബ്രോയിലർ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. 1-2 അല്ലെങ്കിൽ 2-3 ദിവസം പ്രീ സ്റ്റാർട്ടർ കൊടുക്കും. പിന്നീട് കൊടുക്കുന്ന ബ്രോയിലർ സ്റ്റാർട്ടറാണ്. മിക്കപ്പോഴും ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബ്രോയിലർ സ്റ്റാർട്ടർ ആയിരിക്കും നല്ലത്, കാരണം പെട്ടെന്നൊന്ന് ഗ്രോത്ത് ആയി കിട്ടും. ബ്രോയിലർ സ്റ്റാർട്ടർ ആകുമ്പോൾ ഉഷാറായിരിക്കുകയും ചെയ്യും. അപ്പോൾ അവർ തീറ്റയിൽ തുടങ്ങി. അപ്പോൾ അവരങ്ങനെ ഉഷാറായിട്ടുണ്ട്. നമ്മളൊരു കോഴിക്കുഞ്ഞിൻ്റെ കാലിന് എന്തോ ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. ഒരാളവിടെ ഇരിപ്പുണ്ട്. എന്താണ് പറ്റിയെന്ന് അറിയില്ല, കാല് ഇതായിട്ട് ഇരിപ്പുണ്ട്. ചിറകിട്ടടിക്കുന്ന കോഴിക്കുഞ്ഞിൻ്റെ കാലിനെന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രൂഡറിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി കൂട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അപ്പുറത്തെ കൂട് ക്ലീൻ ചെയ്തിട്ട് അപ്പുറത്തെ കൂട്ടിലോട്ട് സാസോയും ഗ്രാമലക്ഷ്മിയും ഒരുമിച്ച് കിടക്കണത്. അപ്പോൾ അതിനെ മാറ്റി ഇടണം. അപ്പോൾ കൂടുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് മാറ്റിയിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ മാറ്റണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും വരുന്നവരെ ബൈ.